Leaders are not born, they are made. Wise words from a wise man. Yes, they are made. They are made out of beliefs, values, ethics, character, knowledge, and skill. Good evening, everyone, to this spectacular day, the most awaited moment of our current academic year, the inauguration of our newly elected Students' Council, followed by the investiture ceremony of our new office bearers. It's been over a year since we've all gathered together to celebrate something special. COVID-19 pandemic was and still is indeed a challenge to public health, not to mention the unexpected changes it brought about. We were all at a pause, a time to reflect and accept how everything around us is temporary. All across the globe, healthcare workers have slaved relentlessly for the well-being and safety of mankind. And it's times like these that we see the true nobility of this profession. Now, about today. Yes, I can feel the turbulence around. I take immense pleasure in welcoming our chief guest, Dr. Rahul UR, who currently serves as District Program Manager of National Health Mission. I also welcome the other dignitaries on stage and the council members to this occasion. And, dear audience, you may eventually discover the beauty of this day as the event gradually starts to blossom. Let us begin this ceremony seeking the blessings of the Almighty. Kindly rise for prayer. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Thank you. I would like to invite Jazia Jabin, our newly elected Vice Chairperson, to deliver the welcome address. The only impossible journey is the one you never began. Respected dignitaries on the dais, faculty members, and all my dear friends, a very, very warm good evening to one and all here. നമ്മൾ ഈ ഹാളിൽ പല പരിപാടികൾക്ക് വേണ്ടി പലപ്പോഴും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ദിവസം ഒരുപക്ഷെ 2 വർഷങ്ങൾക്ക് ശേഷം ഒരു യൂണിയൻ ഉണ്ടാകുന്ന ദിവസമാണ്. ഇത് നമ്മൾ ഏവർക്കും ഒരുപോലെ അത്രയും പ്രിയപ്പെട്ട ഒരു മൊമെൻ്റാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫസ്റ്റ് ഇയറിലായിരുന്നപ്പോഴാണ് ഞാനൊരു യൂണിയൻ കാണുന്നതും പങ്കെടുക്കുന്നതും. എന്നാൽ ഒരു യൂണിയൻ്റെ ഇനോഗ്രേഷന് കാണാനും പങ്കെടുക്കാനും എനിക്ക് 2 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഈ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണെങ്കിലും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് ഇങ്ങനൊരു തുടക്കം ഇന്നിവിടെ സാധിച്ചത് നമ്മുടെ ഡയറക്ടർ ഫ്രാൻസിസ് പള്ളിക്കുന്ന തച്ചൻ കാരണമാണ്. സോ ലെറ്റ് മീ സ്റ്റാർട്ട് ബൈ വെൽക്കമിങ് ഹിം. വെൽക്കം അച്ഛ. നമ്മളോട് എപ്പോഴും വളരെ പോസിറ്റീവായി ഏത് കാര്യത്തിനും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, ഏത് കാര്യത്തിനും അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ റെനി മുണ്ടൻകുര്യൻ അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഏതൊരു ഇനീഷ്യേറ്റീവിൻ്റെയും ലോജിക്കൽ സൈഡ് ചിന്തിച്ച് വേണ്ട ഓൾട്ടർനേറ്റീവ് സജഷൻസ് തന്നുകൊണ്ട് വേണ്ട സ്നേഹവും കരുതലും എന്നും നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ സർ ഡോക്ടർ പ്രവീൺ ലാൽ കുറ്റിച്ചിറ. സാറിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. സാറിൻ്റെ അഭാവത്തിൽ ഞാൻ സാറിനും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറായ ഡോക്ടർ രാഹുൽ യു ആർ സാറാണ്. സർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS ഡിഗ്രി നേടിയിരിക്കുന്നത്. MD in Pediatrics from Thrissur Medical College. We are so grateful to have him as our chief guest. വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ സാറിനെ കാര്യങ്ങൾ അറിയിച്ചത്. എന്നിട്ടും നമുക്ക് വേണ്ടി സാറിൻ്റെ വാല്യുബിൾ ടൈം മാറ്റി വെച്ചിട്ട് വന്നിരിക്കുകയാണ്. സോ വി ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം യു സർ. നമ്മുടെ വൈസ് പ്രിൻസിപ്പലും ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ബിൻസ് ജോൺ സാറിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. സാറിനെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ പരിപാടികൾക്കും നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഒരു എനർജി ലെവലിന് സ്ഥിരം കോമ്പറ്റീഷനായ ഒരാൾ കൂടി നമ്മുടെ കൂടെയുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ഒഫ്താൽമോളജി HODയും ഡെസിഗ്നേറ്റഡ് വൈസ് പ്രിൻസിപ്പലുമായ ഡോക്ടർ ആൻഡ്രൂ CV സർ. വി വെൽക്കം യു സർ. Next, I'd like to welcome our Forensic Medicine HOD and Designated Principal, Dr. Padma Kumar sir, to the dais. അടുത്തതായി നമ്മുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് HODയും ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊഫസേഴ്സുമായ ഡോക്ടർ ഗിൽവ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. I'd also like to welcome our CEO, Dr. Benny Joseph sir, to the stage. നമ്മളുടെ യൂണിയൻ സങ്കല്പങ്ങൾ അതിന് ചിറക് വെക്കുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഏതൊരു കാര്യത്തിലും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് നമ്മുടെ ഫോമർ ചെയർപേഴ്സൺ ഡോക്ടർ സുധീഷ്. ഏട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഇത് മതിയാവാതെ വരും. കാരണം അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങൾ വരെ നമ്മളെ എന്നും ഓർമ്മിപ്പിച്ച് തരാറുമുണ്ട് ചേട്ടൻ. സോ വി വെൽക്കം യു ഏട്ടാ. Also, I'd like to welcome my colleagues and my council members here. And finally, I'd like to welcome all our dedicated faculty members and all my dear friends from all the batches 15, 16, 17 and 18. This union, this council is possible just because of you. So remember that you guys are the backbone of this council. So I welcome all of you wholeheartedly once again, not only to this program, but to all the programs that will continue from today. Thank you so much. Thank you. Thank you, Jazia. I now invite the director of Jubilee Mission Medical College, Father Francis Palikunnith, to address the gathering. ഇന്നത്തെ മുഖ്യാതിഥിയും പുതിയ കോളേജ് കൗൺസിലിൻ്റെ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന തൃശ്ശൂർ DPM ഡോക്ടർ രാഹുൽ യുവ, പുതിയ കോളേജ് സ്റ്റുഡൻസ് കൗൺസിൽ ചെയർപേഴ്സൺ മിസ്റ്റർ ആഷിഖ് ഇബ്രാഹിം, വൈസ് ചെയർപേഴ്സൺ ജസിയ ജബീൻ, dear faculty members, Dr. Andrews, Dr. Gilvas, Dr. Padma Kumar, Dr. Ranjit, Father Rennie, other and former college council chairman Dr. Sudesh. I think Dr. Sudesh becomes a long-standing, the one who has served long term for the college union, and other new council members on the dais, പ്രിയ വിദ്യാർത്ഥികളെ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഏകദേശം 2 വർഷക്കാലത്തോളം നമ്മൾ ഒരു പാൻഡമിക്കിൻ്റെ സാഹചര്യത്തിൽ സാധാരണ നമ്മൾ ജീവിച്ചിരുന്ന ജീവിതശൈലികളിൽ നിന്നൊക്കെ കുറേ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിച്ചു. മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളും ഇപ്പോൾ ഹൈബ്രിഡായി, എല്ലാ സെലിബ്രേഷൻസും ഹൈബ്രിഡായി. ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യുന്നവരും
അതിൽ കൂടുതൽ ആൾക്കാർ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്നവരും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെയായി. മരണങ്ങളാണെങ്കിലും വിവാഹമാണെങ്കിലും എല്ലാ സെലിബ്രേഷൻസ് ആണെങ്കിലും ഒക്കെ ഒരു ഹൈബ്രിഡിലേക്ക് മോഡിലേക്ക് മാറാനായിട്ട് നമ്മൾ നിർബന്ധിതരായി. എനിക്ക് തോന്നുന്ന പുതിയ കോളേജ് യൂണിയൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയായിരിക്കും. കാരണം കോളേജ് കൗൺസിൽ, യുവർ സെലിബ്രേഷൻസ്, ആർട്സ് ഡേ, സ്പോർട്സ് ഡേ, അതർ ഈവൻറ്റ്സ്, ഇതെല്ലാം എല്ലാവരും ഒത്തുചേരുകയും ഒന്നിച്ചു ചേർന്നുള്ള കൂട്ടായ്മയും സന്തോഷമൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള പുതിയ ആശയങ്ങൾ കണ്ടെത്താനായിട്ട് കോളേജ് കൗൺസിലിൻ്റെ മുമ്പിൽ പുതിയൊരു വെല്ലുവിളിയായിരിക്കും. എല്ലാവരെയും ഫിസിക്കലി ഒത്തുചേരാതെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടായ്മകൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. എനിവേ, സ്ലോലി നമ്മൾ ഈ ചലഞ്ചിനെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 1.5-2 വർഷക്കാലം ഹെൽത്ത് കെയർ മേഖലയിൽ ഉണ്ടായിരുന്നവരാണ് ഇതിനെ മുൻനിരയിൽ നിന്ന് അഭിമുഖീകരിക്കുന്നതിന് എല്ലാവർക്കും നേതൃത്വം നൽകിയത്. ഡോക്ടർ രാഹുലും ആ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് പങ്കുവയ്ക്കും. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ തലത്തിലൊക്കെ ഡോക്ടർ രാഹുലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഹെക്ടിക്കായിട്ടുള്ള മേഖലയിൽ നിന്നും നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ സൂക്ഷിക്കാവുന്ന നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കാനായിട്ട് കോളേജ് കൗൺസിലിൻ്റെ ഒന്നിച്ചുള്ള ആക്ടിവിറ്റീസ് സാധിക്കണം. വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തന്നെ നമ്മൾ നൂതന ആശയങ്ങളും നൂതനമായ ശൈലികളും രൂപപ്പെടുത്തണം. സാധാരണയായിട്ട് ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇന്നൊവേറ്റീവായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യം പുതിയ കോളേജ് യൂണിയൻ കൗൺസിലിനെയും നിങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നമ്മുടെ കോളേജിൻ്റെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഓരോ കോളേജ് കൗൺസിൽസും ഏറ്റവും നന്നായി സ്റ്റുഡൻ്റ് ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യാനായിട്ട് അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ, ആർട്സും സ്പോർട്സും മാത്രമല്ല, അക്കാഡമിക് ആക്ടിവിറ്റീസ്, മറ്റ് സോഷ്യൽ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ്, അങ്ങനെ സമഗ്രമായൊരു വ്യക്തിത്വ വളർച്ചയ്ക്ക് കോളേജിലെ പ്രവർത്തനങ്ങളോടൊപ്പം പഠനത്തോടൊപ്പം ഒന്നിച്ചു നിൽക്കാനായിട്ട് ഇതിനു മുൻപിലുള്ള ഓരോ കോളേജ് കൗൺസിൽസും കൃത്യമായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. പുതിയ കൗൺസിലിനും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഈ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിലും ഏറ്റവും നന്നായി പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ ആശംസകളും നേരുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you, Father. Now I would like to request Father Renny Mundankurian, Assistant Director of Jubilee Mission Medical College, to speak a few words on this occasion. പ്രിയ ബഹുമാനപ്പെട്ട ഡോക്ടർ രാഹുൽ യുവ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, വേദിയിൽ അല്ലാതിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മൈ ഡിയർ ഫ്രണ്ട്സ്, കുറേ നാളായിട്ട് നമ്മൾ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വന്നിട്ട് 1 കൊല്ലം ആകുകയാണ്. ഫെബ്രുവരിയിലാണ് വന്നത്. അതിനുശേഷം ഇടയ്ക്ക് നമ്മൾ ഈ വാക്ക് കേട്ടിരുന്നു, കോളേജ് കൗൺസിൽ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, കൊറോണയാണ്, എന്നാലും സ്റ്റുഡൻസ് ലൈഫ് ഗൈഡ് ചെയ്യാൻ, ഈ ക്യാമ്പസ് ലൈഫ് ഗൈഡ് ചെയ്യാനായിട്ടൊരു കൗൺസിലിനെ എത്രയും പെട്ടെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം ചെറിയ ലീഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പലിന് വളരെ താല്പര്യമുള്ള ഒരു ഫീൽഡാണ് കോളേജ് കൗൺസിൽ, സ്റ്റുഡൻസ് കൗൺസിൽ. അക്കാഡമിക്കൽ ലെവല് അത് മാത്രമല്ല സ്റ്റുഡൻസ് ലൈഫ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന, ഓർമ്മപ്പെടുത്തുന്ന നോൺ അക്കാഡമിക്കൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്ന ഒരു വളരെ നല്ല ഒരു അറ്റംപ്റ്റാണ് സ്റ്റുഡൻസ് കൗൺസിൽ. വാസ്റ്റ് പോസിബിലിറ്റീസ്, അത് എല്ലാം കൂടിയതാണ് ഒരു ക്യാമ്പസ് ലൈഫ്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുമെങ്കിൽ നല്ലൊരു കോളേജ് സ്റ്റുഡൻസ് കൗൺസിൽ ഉണ്ടാകണം. ഇന്ന്
ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് ഈ കോളേജ് കൗൺസിൽ ഇവിടെ ആരംഭിക്കുമ്പോൾ എൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആൻഡ് ടീം ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ അതാണ്. നല്ല ഒരു സ്റ്റുഡൻസ് കൗൺസിൽ ഇവിടെ നിലവിൽ വരുമല്ല. നമുക്കറിയാം അക്കാഡമിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു 70% ആവാനേ പാടുള്ളൂ. ബാക്കി 30% എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ്. അത് ഒന്നും കൂടി ആയാലാ നമ്മുടെ ക്യാമ്പസ് ലൈഫ് മുഴുവനാവുകയുള്ളൂ. അതിന് ഈ കോളേജ് കൗൺസിലിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്റ്റുഡൻസ് ലൈഫ് അത് ഡൈനാമിക്കാക്കി, ആക്റ്റീവാക്കി, ക്രിയേറ്റീവാക്കി, ചാരിറ്റബിൾ ആക്കി. ഇവർ സുധീഷൊക്കെ പറയും, ചേട്ടന്മാർ, ഞാനിവരെ ആക്ടിവിറ്റീസൊക്കെ കണ്ടിരുന്നു. സുധീഷൊക്കെ വളരെ, ഞാൻ കേട്ടിടത്തോളം വളരെ ഡൈനാമിക്കായിരുന്നു അവരുടെ സ്റ്റുഡൻസ് കൗൺസിൽ എല്ലാ തലത്തിലും. അപ്പോൾ അതിനേക്കാളും നല്ല നിലയിലേക്ക് വരുവാനായിട്ട് പുതിയ സ്റ്റുഡൻസ് കൗൺസിലിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ആർട്ടിൻ്റെ ലെവലിലോ കോമ്പറ്റീഷൻസിൻ്റെ ലെവലിലോ അല്ലെങ്കിൽ ചാരിറ്റി, സോഷ്യൽ ഫീൽഡ്, രാഹുൽ സാർ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ ഒരു പോയിൻ്റ് അതാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് ക്യാൻ ഡു so much things. We have to ponder about it, we have to explore about it, and we have to do. Okay? So with the prayerful wishes of this a great start for our college council, I wish all the success. Thank you very much. Thank you, Father. I believe that we haven't forgotten the first years in our college. Probably the 15th and 16th batches could relate. We were gifted with innumerous events and opportunities almost every week, be it sports, arts, theatre, literature, and the list goes on. Well, the reason behind it was a successful college union. Let us invite our former chairperson, Dr. Sudhish, to share his thoughts and advices to these budding leaders of tomorrow. ബഹുമാനപ്പെട്ട മുഖ്യാതിഥി NHM ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡോക്ടർ രാഹുൽ യുആർ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളികുന്നത്ത്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ റിനിയച്ചൻ, മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോളജി ഡോക്ടർ ഗിൽവ സർ, വൈസ് പ്രിൻസിപ്പൽ HOD ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓഫ്താൽമോളജി Dr. Andrews, Professor HOD Department of Forensic Medicine and Designate Vice Principal Dr. Padma Kumar, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, റെസ്പെക്റ്റഡ് ഡിഗ്നറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദ ഡയസ്, മൈ ഡിയർ ജൂനിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 2 വർഷത്തിന് ശേഷമാണ് ഇതുപോലൊരു പുതിയ കോളേജ് യൂണിയൻ വരുന്നത്. ഞാൻ 2015 ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. മാർഷൽസ് 2018-19 സമയത്തുള്ള കോളേജ് യൂണിയൻ്റെ, പ്രഗതി കോളേജ് യൂണിയൻ്റെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. പ്രഗതി കോളേജ് യൂണിയൻ്റെ കാലഘട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ആകെ 16th ബാച്ചിന് മാത്രമേ ആ സമയത്തെ പറ്റി കുറച്ചെങ്കിലും അറിയുന്നതായിട്ടുള്ളൂ. വളരെയധികം ആഘോഷങ്ങളും സന്തോഷവും വളരെ സംഭവബഹുലവുമായ സമയങ്ങളായിരുന്നു പ്രഗതി കോളേജ് യൂണിയൻ്റെ 2018-19 സമയം. വളരെയധികം നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ, പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ വിചാരിച്ച പോലെ തന്നെ പറ്റുന്ന പോലെ പ്രോഗ്രാംസ്, ആർട്സ്, സ്പോർട്സ് ഉൾപ്പെടെ ഇൻ്റർ ബാച്ച് കോമ്പറ്റീഷൻസ്, ഇൻ്റർ കോളിഗേറ്റ് കോമ്പറ്റീഷൻസ്, അതുപോലെ മൊത്തം ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് നടത്താൻ പറ്റി. ടോട്ടലി അറൗണ്ട് 30 പ്രോഗ്രാംസ് നമുക്കൊരു വിത്തിൻ 30 പ്രോഗ്രാം വിത്തിൻ 1 ഇയർ സ്പാനകത്ത് നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പം വളരെ നല്ലൊരു വിജയകരമായി അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് കോളേജ് യൂണിയനെ പറ്റി ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ പ്രഗതി കോളേജ് യൂണിയൻ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു. പ്രഗതി എന്ന ഞങ്ങൾ പേരിടുമ്പോൾ എപ്പോഴും ഭയങ്കര പ്രാസം നോക്കിയായിരുന്നു പേരിട്ടിട്ടുണ്ടായിരുന്നത്. പേര് പ്രഗതി എന്നാണ്. സ്പോർട്സ് വന്നു പ്രവേഗ എന്ന് പേരിട്ടു, ആർട്സ് വന്നു പ്രയാഗ് എന്ന് പേരിട്ടു, ഒരു ബുക്ക് ഇറക്കി പ്രോംടസ് എന്ന് പേരിട്ടു.
അപ്പം അതുകൂടാതെ ഇതുപോലെ തന്നെയായിരുന്നു തുടർച്ചയായി ഞങ്ങളെ തേടി വന്ന പ്രളയത്തിനും പ്രാസം കാണിച്ചു. അതുപോലെ അതിനുശേഷം വന്ന ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാറ്റിനും നല്ല പ്രാസമായിരുന്നു. അപ്പം എന്നിരുന്നാലും വളരെ നന്നായി എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു ആ പറയുന്ന 2018-19 സമയം. ഒരിക്കലും ജീവിതത്തിൽ നമ്മളൊരിക്കലും മറക്കാൻ ആഗ്രഹിക്കാതെ അത്രയധികം മനസ്സിൽ ഓർത്തിരിക്കുന്ന ഓർമ്മകൾ മാത്രമാണ് ഞങ്ങൾക്ക് ആ 1.5 വർഷത്തിനകത്ത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതുപോലൊരു കോളേജ് യൂണിയൻ പ്രാബല്യത്തിൽ വരണമെന്ന് ഞാനും വളരെയധികം ആഗ്രഹിച്ചിരുന്നു. കാരണം ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ 2 വർഷമായി ലോങ് സ്റ്റാൻഡിങ് ചെയർമാൻ എന്ന് പലയിടത്തുനിന്നും കളിയാക്കൽ വരെ വന്നു തുടങ്ങി ലാസ്റ്റ്. അപ്പം അതിൻ്റെ ഭാഗമായി പുതിയ ഒരു നിയുക്ത ചെയർമാൻ വരണമെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, റെസ്പോൺസിബിലിറ്റീസ് കൈമാറുന്ന കാര്യത്തിന് വേണ്ടി. പിന്നെ പ്രഗതിയുടെ ഈവൻസ് നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. പ്രഗതിയുടെ ഈവൻസിൽ നമുക്ക് എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. പ്രഗതിക്ക് ഫസ്റ്റ് ഇയർ സ്റ്റഡി മാനുവൽ പ്രോംപ്റ്റസ് എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ട് കാണും. ഞങ്ങൾ 2018-19 സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുക്കാണ്. അറൗണ്ട് 1000 കോപ്പീസ് ഇറക്കിയിട്ടുള്ളൊരു ബുക്കായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ വിജയകരമായി തന്നെ ആ പുസ്തകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും അതിൻ്റെ വിജയം വളരെ നന്നായി തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലെ ആഗ്രഹം ഇതിൻ്റെ സാഗ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഇതിൻ്റെ ഈ വർഷത്തെ കാര്യങ്ങൾ അടുത്ത പാർട്ട് 2 വോളിയം അടുത്ത പ്രാവശ്യത്തെ എഡിഷൻ ഇറക്കാൻ വേണ്ടി 16th ബാച്ച് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വളരെ നന്നായി തന്നെ അതിൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോളേജ് യൂണിയൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കോളേജ് യൂണിയൻ ഇങ്ങനെ അവസാനിച്ചാലും ഇനി ഇത് എങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾക്ക് ഒരു കോളേജ് യൂണിയൻ എന്ന് പറയുമ്പോൾ യൂണിറ്റി കൂടിച്ചേരാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ കോളേജ് യൂണിയൻ്റെ അവസാന ദിവസം കൺക്ലൂഷൻ ഡേയുടെ അന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു പ്രഗതി കോളേജ് യൂണിയൻ ഒരു പ്രഗതി ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം. സോ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം അവസാനിക്കും. ഇനി ഭാവിയിൽ ഞങ്ങളെല്ലാം ഡോക്ടേഴ്സായി വെൽ സെറ്റിൽഡ് ആയിരിക്കുന്നൊരു സമയത്ത് ഞങ്ങളുടെ ഒരു പേഷ്യൻറ്റിനെ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഫണ്ട് കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിലോട്ട് എങ്ങനെ ഫണ്ട് കണ്ടെത്തണം എന്നുള്ള ഒരു സോഴ്സും കണ്ടെത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പുതിയ കോളേജ് യൂണിയനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തിരുന്ന സമയത്ത് ഇൻ്റർ ബാച്ച് ഒരു ആസ് എ ബാച്ച് ആയിരുന്നു കോളേജ് യൂണിയൻ കയറിയിട്ടുണ്ടായിരുന്നത്. സോ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പളുടെ പുതിയ ആശയത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഹോൾ കോളേജ്, ഒരു കോളേജ് യൂണിയൻ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം ശരിക്കും വരുന്ന രീതിയിലുള്ള ഒരു കോളേജ് യൂണിയൻ ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ടോട്ടൽ സ്ട്രെങ്ത് 100 ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 4 ഇരട്ടി സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് പുതിയതായിട്ട് കോളേജിന് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ പ്രോഗ്രാംസ് നമ്മൾ ജൂബിലി ക്ലൗഡിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം. ഒരുപാടധികം പ്രോഗ്രാംസും നല്ല പ്രോഗ്രാംസും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. സോ ഇനിയും ഇതിലും നല്ലൊരു കോളേജ് യൂണിയൻ കാഴ്ചവെക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പുതിയതായി കോളേജ് യൂണിയനിൽ കയറിയിട്ടുള്ള നമ്മുടെ ഓഫീസ് ബെയറേഴ്സ് ആഷിഖ്, ചെയർപേഴ്സൺ ആഷിഖ്, വൈസ് ചെയർപേഴ്സൺ ജസിയ, ജനറൽ സെക്രട്ടറി അശ്വിൻ, ജോയിൻറ്റ് സെക്രട്ടറി നിള ആൻഡ് ട്രഷറർ കാൽവിൻ, ഇവരെല്ലാവരും വളരെ നല്ല കാലിബറുള്ള സ്റ്റുഡൻസാണ്. ഹോൾ കോളേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെങ്ത് കിട്ടാൻ പോകുന്നൊരു യൂണിയനാണ് ഇത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് നടത്താനും നല്ല ഒരു വിജയകരമായി ഈ കോളേജ് യൂണിയൻ അവസാനിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊടുന്നതെല്ലാം പൊന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Sudesh Chatton. We'll surely keep those in mind. അറിവിൻ്റെ വെളിച്ചം പകർന്നു തന്ന് നമ്മെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഗുരുക്കന്മാരെ തിരികൊളുത്തി ഈ ചടങ്ങിനെ ആശീർവദിക്കാനായി ക്ഷണിക്കുന്നു. I invite our chief guest, dignitaries and the office bearers to please come forward and light the lamp.
Thank you, everyone. Now, the moment we've all been waiting for has finally arrived. The inauguration and the unveiling of our new Students' Council. I invite our respected chief guest, Dr. Rahul UR, to kindly do the honors. Thank you, sir, for officially inaugurating our Students' Union. I would like to request our chief guest, Dr. Rahul UR, who is the District Program Manager of National Health Mission and a faculty for child-friendly governance in Kerala Institute of Local Administration, to put his thoughts to words on this occasion. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവർ, സത്യത്തിൽ ഇങ്ങനെ ഒരു കോളേജ് യൂണിയൻ ഇനോഗ്രേഷന് വിശിഷ്ടാതിഥിയായി ഇന്നലെ എന്നെ ക്ഷണിച്ചപ്പോൾ എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിന് എന്നെ വിളിക്കുന്നതെന്നുള്ളത്. അല്ല, അവർ വിളിച്ചത് മോശമായി പോയെന്നല്ല കേട്ടോ, ഞാൻ കഴിവില്ലാത്ത ആളല്ല എന്നല്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് സിനിമാ നടന്മാരും ഇങ്ങനത്തെ പ്രശസ്തരല്ലേ സാധാരണ കോളേജ് യൂണിയനെ ക്ഷണിക്കുക. അപ്പോൾ പക്ഷേ ഇന്ന് വേറെ ഒരുപാട് പരിപാടികളുണ്ട്. അത് മാറ്റിവെച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കോളേജുകളിലെ ആ ഒരു ആംബിയൻസിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുക എന്ന് പറയുന്നത് പ്രത്യേക സന്തോഷമുള്ളൊരു കാര്യമാണ്. അവിടെ വന്നപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിച്ചത് എന്തെങ്കിലും മാറ്റങ്ങൾ, ഇപ്പോൾ കാലഘട്ടം മാറിയല്ലോ. ഇപ്പോൾ ഞാൻ MBBS ചേർന്നത് 2001, 10-20 കൊല്ലമായി. അപ്പോൾ കാലം മാറുമ്പോൾ കുട്ടികൾ മാറും. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ ഫ്രണ്ട് റോയിൽ നോക്കുമ്പോൾ ആരുമില്ല, ബാക്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ വലിയ വ്യത്യാസം ഇല്ലയെന്ന് മനസ്സിലായി. പഴയ പോലെ തന്നെയാണ്. 2001 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം കോളേജ് യൂണിയൻ ഇനോഗ്രേഷനാണ്. MBBSന് കോഴിക്കോട് ചേർന്ന് തൊട്ടടുത്ത ദിവസം ഒക്ടോബർ 8-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. അന്ന് ഒക്ടോബർ 9-നാണ് കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ. അറിയാലോ, ഫസ്റ്റ് ഇയർ ആകുമ്പോൾ കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന മാതിരിയാണല്ലോ, എല്ലാ പണിയും നമ്മളെടുക്കേണ്ടി വരും. അതാണ് മേലനങ്ങിയുള്ള അധ്വാനത്തിൻ്റെ ആദ്യ പാഠം ഒരു കോളേജ് യൂണിയൻ ഇനോഗ്രേഷനിൽ തുടങ്ങുന്നത്. പിന്നീട് 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ കോളേജ് യൂണിയന് സ്റ്റേജിൽ നിന്ന് ഓത്തെടുക്കുന്ന അവസ്ഥയിലെത്തി. പിന്നീട് പലവട്ടം പല തലങ്ങളിൽ പ്രസംഗിക്കാനുള്ള സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അത് പോട്ടെ. അപ്പോൾ കുറച്ചധികം നാളായിട്ട് കോളേജിലേക്കൊന്ന് ക്ഷണം വരാണ്ടിരിക്കുകയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അവസരം വീണ് കിട്ടിയത്. ഈ അവസരം തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഈ കോളേജ് യൂണിയൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചെയർമാനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്റ്റുഡൻറ് കൗൺസിൽ എന്നുള്ള രീതിയിൽ ഇത് ഇവിടെ പുതിയൊരു സംഭവം തോന്നുന്നല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ജനാധിപത്യ മര്യാദകൾ പാലിക്കപ്പെട്ടുകൊണ്ടൊരു കോളേജ് യൂണിയൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാനിച്ചുകൊണ്ട് ഞാൻ മറ്റ് പരിപാടികൾ മാറ്റിവെച്ച് ഇങ്ങോട്ട് വരിക എന്നുള്ളത്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഈ യൂണിയൻ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന്. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ബാച്ച് എന്നുള്ളതിനപ്പുറത്തേക്ക് കുറേയും കൂടിയും പ്രവർത്തന സ്വാതന്ത്ര്യവും ഫ്ലെക്സിബിലിറ്റിയും പല ബാച്ചുകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവുന്നതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് ഫൈനൽ ഇയർ ആയിട്ടുള്ള ഒരാളായിരിക്കും. അയാളൊരു ചെയർമാനായിരിക്കും. എന്നുവെച്ചാൽ അവിടെ ഇരുന്ന് ചെയറിലിരുന്ന് ഓർഡർ ചെയ്യുന്ന മാനാണ്. പിന്നീട് ഇപ്പം ചെയർപേഴ്സൺസ് ഒക്കെ ആയി പല കോളേജുകളിലും. നല്ല കാര്യമാണ്. ഇപ്പോൾ സെക്രട്ടറി ഉണ്ടാവും. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയർ പാർട്ട് 1 ENT ഓഫ് ദ SPM അതിലേക്ക് കടക്കുന്ന ഒരാളായിരിക്കും.
അപ്പോൾ അയാൾ കുറച്ചും കൂടിയും എക്സിക്യൂഷൻ ലെവലിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങോട്ടേക്കുള്ള എല്ലാ പോസ്റ്റും ഈ മൈക്രോ ബാത്തോ ഫാർമക്ക് ബാച്ചുകളെ. അപ്പോൾ പണ്ട്, ഇപ്പം എനിക്കറിയില്ല, പണ്ട് ഫസ്റ്റ് ഇയർ കഴിയുന്നതോടെ സ്റ്റുഡൻസിനോട് പറയുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് 1.5 കൊല്ലത്തേക്ക് കാര്യമായി ഒന്നും പഠിക്കാനില്ല എന്നുള്ളതാണ്. MBBS കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ആ 1.5 കൊല്ലം പഠിക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആ സെക്കൻഡ് ഇയർ ബാച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടേ ക്ഷമിക്കണം, പക്ഷേ ആ 1.5 കൊല്ലം വളരെ വളരെ ക്രൂഷ്യലാണ് കേട്ടോ. കാരണം അടിസ്ഥാന തത്വങ്ങൾ പലതും പഠിക്കുന്നത് അപ്പോഴാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ മറ്റെല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ രസകരമായ ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനും ഈ ഒരു കാലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയാണ്. ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് പലതരത്തിലും ഏജ് കുറച്ച് കാണിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് MBBS ജോയിൻ ചെയ്ത കൊല്ലം പറഞ്ഞുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് എൻ്റെ പ്രായം ഊഹിക്കാൻ പറ്റും. പക്ഷേ എന്നാലും അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഏജൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം. പക്ഷെ നമുക്ക് ഈ തിരിച്ചു വന്ന് പഠിക്കലൊന്നും നടക്കില്ല. ഞാൻ സത്യം പറഞ്ഞാൽ MBBS കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സർവീസിലിരിക്കുകയാണ് PGക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു യൗവനം ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം PG ചെയ്യുന്ന കാലത്ത് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനൊരു സാഹചര്യം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി ഈ ഒരു കാലഘട്ടം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുടെ ഒരു കാലമാണ്. പരമാവധി അത് ആസ്വദിക്കുക. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ മൈക്രോബാത്തോ ഫാർമക്ക് പ്രധാനപ്പെട്ട ഒരു കാലം തന്നെയാണ്. എല്ലാ കാലവും പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു സാധനമാണല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ്, പിന്നെ ഒന്നും കാര്യമായിട്ടില്ല, അതാണ് ഏറ്റവും വലിയ കടമ്പ എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, ഇപ്പോൾ +2 ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ +2 വരെ എന്നായിരിക്കും ഇപ്പോൾ കേൾക്കുന്നത്. അത് കഴിഞ്ഞ് MBBSനാണെങ്കിൽ ചേരുമ്പോൾ എല്ലാവരും പറയും ഈ ഒരു വർഷം ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ അവസാനം നോക്കിയാൽ മതി എന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അല്ല, ആണ്. ഇപ്പം എന്തായാലും അവസാനം നോക്കിയാൽ മതി എന്നും പറഞ്ഞിട്ട് മെഡിസിനും സർജറിയും ശരിക്കിരുന്ന് പഠിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് പല ലാറ്റിൻ വാക്കുകളും ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണോ എന്ന് നമുക്ക് സംശയം വരും. അപ്പോൾ എന്തായാലും പഠനത്തിന് അതിൻ്റെതായ പ്രാധാന്യം എല്ലാവരും കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം ഈ MBBSൽ നിൽക്കുന്ന ഒരു കാലമൊന്നുമല്ല. സ്പെഷ്യാലിറ്റിക്ക് പ്രാധാന്യമുണ്ട്. അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലം. അതുപോലെ തന്നെ അവസരങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും പിന്നെ ആരോഗ്യ സേവനത്തിൻ്റെ പിന്നെ എല്ലാ തരത്തിലും പബ്ലിക് പ്രൈവറ്റ് സെക്ടറുകളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും വർദ്ധിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മളുടെ എക്സ്പെർട്ടൈസ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഇനിയിപ്പം വരാൻ പോകുന്ന കാലമൊക്കെ ഒരു പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യാലിറ്റിക്കകത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഒരു പ്രത്യേക രോഗത്തിൽ ഒരു പ്രത്യേക പ്രക്രിയ ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്രാധാന്യം കിട്ടുന്ന കാലം ദൂരമൊന്നുമല്ല, അതൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ പറയുന്ന MBBS കാലഘട്ടമാണ്. അതുപോലെ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ ഈ ടെക്നോളജിക്കലി അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് എന്നുള്ള തലത്തിൽ മാറ്റങ്ങളും ഇമ്പ്രൂവ്മെൻറ്റുകളും ശാസ്ത്രലോകത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് ഇതിനൊരു ഹ്യൂമാനിറ്റേറിയൻ എലമെൻ്റ് ഉണ്ട് നമ്മുടെ ഈ പ്രൊഫഷന്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സൊസൈറ്റിയോടുള്ള ഔട്ട്ലുക്ക്, സൊസൈറ്റിയുമായുള്ള ഇടപഴകലുകൾ, ഇതിനുള്ള സാഹചര്യങ്ങൾ പരമാവധി അത്തരത്തിലുള്ള ഇടപഴകലുകളുള്ള സാധ്യത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനും വിദ്യാർത്ഥികളെ അതിൻ്റെ ഭാഗമാക്കാനും സാധിക്കുക എന്ന് പറയുന്നത് കോളേജ് യൂണിയനുകൾക്കാണ്. അപ്പോൾ ഈ സഹസ്ര യൂണിയന് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇവിടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഇന്ന് അത് സ്ഥാനമേൽക്കുന്ന പുതിയ ഭാരവാഹികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രാസം ഒപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങൾ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സഹസ്രാബ്ദങ്ങളോളം ഓർത്തിരിക്കുന്ന ഒരു യൂണിയനായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. Thank you, sir. That was very insightful. Dear Jubileans, we are about to witness our dear leaders, the representatives we chose by casting our votes in favor of them, to adorn the responsibility of not failing us on our trust, to uplift the rights of us students, and to make Jubilee a better place to grow, learn, and live to the fullest. We now have our oath-taking ceremony. I request Dr. Andrew Seavey
Professor and HOD of Ophthalmology Department, and the Medical Superintendent to kindly swear in the newly formed cabinet. സ്നേഹമുള്ള വിശിഷ്ടാതിഥി എൻ്റെ ഉറ്റ സുഹൃത്തുമായ ഡോക്ടർ രാഹുൽ യുആർ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ DMO ഓഫീസ് തൃശ്ശൂർ, സ്നേഹമുള്ള ഡയറക്ടർ അച്ഛൻ ഫ്രാൻസിസ് പള്ളുകുന്നത്തച്ഛൻ, അസോസിയേറ്റ് ഡയറക്ടർ റെന്നി അച്ഛൻ, സ്റ്റുഡൻസ് കൗൺസിൽ മെമ്പേഴ്സ് ഡോക്ടർ ഗിൽവാസ്, ഡോക്ടർ പദ്മകുമാർ, ഡോക്ടർ രഞ്ജിത്ത്, 3-4 വർഷമായിട്ട് ചെയർമാൻ കസേരയിലിരിക്കുന്ന ഡോക്ടർ സുധീഷ്, പൈലംബി പാർട്ട് 1 സ്റ്റുഡൻ്റായിട്ട് യൂണിയൻ ചെയർമാനായി, ഇപ്പം ഔസറിനായി, ഡോക്ടറായി, കസേരയിൽ നിന്ന് ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് സുധീഷ്. എല്ലാവർക്കും വിനീതമായി കൂപ്പുകയും. ഡോക്ടർ രാഹുൽ ഞാൻ പറഞ്ഞ പോലെ കോവിഡ് കാലത്തെ ഒരു മുന്നണി പോരാളിയാണ്. ജൂബിലിയുടെ മെഡിക്കൽ സൂപ്രണ്ടായതുകൊണ്ട് ഡോക്ടർ രാഹുലുമായിട്ട് പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നു. രാഹുൽ നോഡൽ ഓഫീസറായിരുന്നു കോവിഡിൻ്റെ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സെക്കൻഡ് വേവ് കഴിഞ്ഞപ്പോൾ അല്ല തേർഡ് വേവ് വരാൻ പോകുന്ന സമയത്താണ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറായിട്ട് മാറിയിരിക്കുന്നത്. എന്തായാലും പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്നൊക്കെ നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. അതിനൊത്തിരി നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾ IMA മീറ്റിങ്ങിൽ മിക്കവാറൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം ഇന്നൊരു രാഹുലിനെ ഇവിടെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ജൂബിലിയുടെ പേരിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യട്ടെ, നന്ദി അറിയിക്കട്ടെ. നമ്മുടെ ഔട്ട് ഗോയിങ് ചെയർമാൻ ഡോക്ടർ സുധീഷ്, ഞാൻ പറഞ്ഞ പോലെ 3 കൊല്ലം കസേരയിലിരുന്നു. 3 വർഷം മുമ്പ് ഇതുപോലെ ഈ സ്റ്റേജിൽ ഇരിക്കുവാൻ സാധിച്ചു. അന്ന് പ്രസംഗങ്ങളൊക്കെ എല്ലാം തന്നെ ഇംഗ്ലീഷിലായിരുന്നു, എല്ലാവരും ആംഗ്ലേയ ഭാഷയിലായിരുന്നു. അന്ന് സുധീഷ് പച്ച മലയാളത്തിൽ പുള്ളി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ സുദീർഘമായിട്ട് പറഞ്ഞു. അത് ഈ 1 വർഷം കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് ബാക്കി 2 വർഷം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വളരെ സമയം കിട്ടി, വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു. 2018-19 പ്രളയത്തിൻ്റെ കാലഘട്ടമായിരുന്നു. എങ്കിൽ പോലും സുധീഷിന് വളരെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഡോക്ടർ രാഹുൽ ഇവിടെ യൂണിയൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ 45 വർഷം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ 1975 ഇതുപോലെ യൂണിയനിൽ ഞാൻ പങ്കെടുത്ത് യൂണിയൻ നേതാവൊക്കെ ആയിരുന്നു. അതിനുശേഷം ജൂബിലി വന്ന ശേഷം കഴിഞ്ഞ 13 യൂണിയൻ്റെ ആക്ടിവിറ്റിയും എനിക്കിവിടെ പങ്കെടുക്കാൻ സാധിച്ചു. ഇവിടെ കാരണം മെഡിക്കൽ സൂപ്രണ്ട് കസേരയിൽ ഇരുന്നുകൊണ്ട് അത് സാധിച്ചു. ഇന്നൊരു പ്രത്യേക സംഭവമുണ്ട്. കാരണം ഇന്നലെ ഇതേ സമയത്ത് താഴെ നമ്മുടെ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പ്രഖ്യാപിച്ചു, അടുത്ത 1-ാം തീയതി മുതൽ ഞാൻ വൈസ് പ്രിൻസിപ്പാളായിരിക്കും. എൻ്റെ കസേരയിൽ ഗിൽവാ സാർ വരും, കൂടുതൽ പത്മകുമാർ സാർ വൈസ് പ്രിൻസിപ്പാളായിട്ട് വരും. പക്ഷേ ഈ കോവിഡ് കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. പലരും പല സംഭവങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ ഏത് സമയത്തും അവൻ കള്ളനെ പോലെ കടന്നു വരുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ വന്നപ്പോൾ വൈസ് പ്രിൻസിപ്പാൾ പോസ്റ്റ് അല്ല, സാക്ഷാൽ പ്രിൻസിപ്പാളിൻ്റെ കസേര തന്നെ കിട്ടി. അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം 2 ആഴ്ച കഴിഞ്ഞാൽ 1-ാം തീയതി വൈസ് പ്രിൻസിപ്പാൾ പോസ്റ്റ് കിട്ടുമെന്ന് മാത്രമേ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ 2 ആഴ്ച മുമ്പ് തന്നെ പ്രിൻസിപ്പാളിൻ്റെ കസേര കിട്ടുകയും താൽക്കാലികമാണ്. പിന്നെ നിങ്ങൾക്ക് ഓത്ത് തരാനുള്ള ഒരു അവസരം കിട്ടി. പിന്നെ 14th ബാച്ചിൻ്റെ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ ഇനാഗുറേഷനിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്, അത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കർത്തവ്യം ഓത്തെടുക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് ഈ സ്റ്റുഡൻസ് കൗൺസിലിലേക്ക് അതിൻ്റെ ഭാരവാഹികളായ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത വർഷം നന്നായിട്ട് നന്നായിട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ രാഹുൽ പറഞ്ഞു മിക്കവാറും ചെയർമാൻ ഫൈനലേഴ്സ്, പിന്നെ പൈലംബി പാർട്ട് 1 സെക്രട്ടറി, അങ്ങനെ താഴോട്ടെ. പക്ഷേ നമ്മുടെ കഴിഞ്ഞ 13 യൂണിയൻകാരും മിക്കവാറും എല്ലാവരും തന്നെ യൂണിയൻ ഭാരവാഹികളെ പൈലംബി പാർട്ട് 1 ആയിരുന്നു.
കാരണം അപ്പം സെക്കൻഡ് MBBSകാരെ കാര്യമായിട്ട് ശല്യം ചെയ്തിരുന്നില്ല. അപ്പം ഞങ്ങളെ ജൂബിലിയെ സംബന്ധിച്ചോളം ഫൈനൽ MB പാർട്ട് 1 ആണ് സ്വല്പം റിലാക്സ്ഡ് ഏരിയ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. കാരണം ഒപ്താമോളജി ഒരു സബ്ജക്റ്റ് ഒപ്താമോളജി ആണല്ലോ, അവൻ്റെ പ്രൊഫസറിൻ്റെ HOD ഞാനാണല്ലോ. അപ്പോൾ അവിടെ സാധാരണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ 13 ബാച്ചുകാരും രക്ഷപ്പെട്ടു. എന്തെങ്കിലും യൂണിയൻ ആക്ടിവിറ്റി വേണമെങ്കിൽ ഒപ്താമോളജി പ്രൊഫസറോട് അനുവാദം ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവിടുന്ന് മുങ്ങിയിട്ട് അവിടുന്ന് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ എൻ്റെ പേര് പറഞ്ഞപ്പോൾ കുറച്ച് കയ്യടി കൂടുതൽ കിട്ടിയെന്ന് തോന്നുന്നു. കാരണം ഞാൻ കുറച്ച് ലിബറൽ ആയതുകൊണ്ടായിരിക്കാം. എനിവേ ഈ തവണത്തെ യൂണിയനിലും ഞങ്ങളുടെ 16th ബാച്ചുകാർ തന്നെയാണ് കൂടുതൽ. അപ്പം കഴിഞ്ഞ തവണ ചോദിച്ചു കഴിഞ്ഞു, സാറേ ഒന്ന് മുങ്ങിക്കോട്ടെ, ഒരു പരിപാടിയുണ്ട്, ഇനി 21-ാം തീയതി മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, ക്രിസ്മസ് കരോളുണ്ട്, അങ്ങനെ പലതും പറഞ്ഞ് വരാറുണ്ട്. ദൈവസഹായത്താൽ എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എക്സാമിനൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. 99% അല്ല 100% റിസൾട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം യൂണിയനിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് കൗൺസിൽ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ പഠിത്തം തീരെ ഉഴപ്പരുത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ കർത്തവ്യം ഓർത്തെടുക്കുക എന്നുള്ളതാണ്. സ്റ്റുഡൻസ് കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഒന്ന് എണീറ്റ് നിൽക്കുക, നിങ്ങളുടെ വലത് കൈ നീട്ടിപ്പിടിക്കുക, ചൊല്ലിത്തരുന്ന ഓത്ത് പ്രതിജ്ഞ ചൊല്ലുക. ചില സെൻറ്റൻസൊക്കെ സ്വല്പം നീളമുണ്ട്, ഞാൻ എന്തായാലും കംപ്ലീറ്റ് വായിക്കാം, നിങ്ങളത് ഏറ്റ് ചൊല്ലുക. മുമ്പ് ഫ്രണ്ട് Students Council 2021-2022, oath dated 18/12/21. We, the office bearers of the Students Council 2021-2022, hereby affirm that we will faithfully serve the students of our institution, act in accordance with the motto service with love, and discharge all duties and responsibilities of the Students' Council to the best of our abilities, and strive to live up to the expectations vested in us, and go with the standards set by our forerunners. Thank you. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, sir. I say no more. I call upon our chairperson, Ashik Ibrahim. A loud applause, everyone. Let's hear it from him. The vision of Sahasra Students' Council. വേദിയിലിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മുഖ്യാതിഥി നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡോക്ടർ രാഹുൽ സർ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ഏറ്റവും ആദരവ് നിറഞ്ഞ ഫ്രാൻസിസ് പള്ളിക്കുന്നത്തച്ഛൻ, ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത നിയുക്ത പ്രിൻസിപ്പളും ഇപ്പോഴത്തെ മെഡിക്കൽ സൂപ്രണ്ടൻറ്റും ഒഫ്താൽമോളജി HOD-യുമായിട്ടുള്ള ആൻഡ്രൂ സർ, ന്യൂറോളജി വിഭാഗം HOD-യും നിയുക്ത മെഡിക്കൽ സൂപ്രണ്ടനുമായിട്ടുള്ള ഗിൽവ സർ, നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും ആദരവ് നിറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടർ റന്യാച്ചൻ, പത്മകുമാർ സർ, മുൻ ചെയർപേഴ്സൺ സുജി ചേട്ടൻ, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രൊഫസേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കോവിഡ് സൃഷ്ടിച്ച അനിശ്ചിതങ്ങൾക്കും ആശങ്കകൾക്കും ശേഷം വീണ്ടും ഇവിടെ നമ്മൾ ചരിത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് പുതിയൊരു സ്റ്റുഡൻസ് കൗൺസിൽ. എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല ഈ പ്രാവശ്യം ജനാധിപത്യ
നമ്മുടെ ചീഫ് ഗസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ മൂല്യങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോളേജിലെ 400 പേരെയും ഉൾപ്പെടുത്തിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ വോട്ടുകളും രേഖപ്പെടുത്തിയിട്ടാണ് ഈ സ്റ്റുഡൻസ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത്. അതിൽ നിന്ന് ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് ഒരാളായിട്ട് തിരഞ്ഞെടുത്ത ഈ സ്റ്റുഡൻറ്റ് കൗൺസിലിനെ നയിക്കാൻ ഭാഗ്യം ലഭിച്ചത് വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ കടമപ്പെട്ടിരിക്കുന്നു. ഞാനും എൻ്റെ ഈ കൗൺസിലും എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാകും. നമുക്കറിയാം, നമ്മുടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് എന്നും അക്കാഡമിക് റിസർച്ച് രംഗങ്ങളിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനിയും കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തും നമ്മളുടെ കാൽവെപ്പ് പതിപ്പിക്കേണ്ടതുണ്ട്. ഈ കോളേജ് ചുവരുകൾക്കപ്പുറം നമ്മുടെ കോളേജിൻ്റെ യശസ് ഉയർത്തേണ്ടതുണ്ട്. നമ്മുടെ കൂടെ കലാ കായിക സാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിച്ച ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ കോളേജിൻ്റെ നാമത്തിൽ അവരുടെ കഴിവുകൾ പുറത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതായിരിക്കും നമ്മുടെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ ഇവിടെ വളരെ പൊട്ടൻഷ്യലുള്ള ഒരുപാട് ക്ലബ്ബുകളുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, പിന്നെ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആശ്രയ, റിസർച്ച് രംഗത്ത് വർക്കുന്ന ജൂബിലിക്കസ്, കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കനൽ, നവരസ, അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ചിന്തകളും നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസും ലോകത്തിനെ അറിയിക്കുന്ന ജൂബിലി ടെക്കീസിൻ്റെ ജൂബിലി ക്ലൗഡ്സ്, ജൂബിലി ഷെയ്ഡ്സിന്ന്, അങ്ങനെ പിന്നെ ഡാൻസ് ക്ലബ്ബായിട്ടുള്ള ക്രോണോസ്, ബാൻഡ്, കോഡ് റെഡ്, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള കോളേജാണ്. നമ്മൾ 2 വർഷത്തെ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ നികത്താനുള്ള പൊട്ടൻഷ്യലും കഴിവും നമ്മളെടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരുടെയും എല്ലാ പ്രാവശ്യം ഉണ്ടാകുന്ന പോലെ ഒരു യൂണിയൻ ബാച്ച് അല്ലല്ലോ, നമ്മുടെ എല്ലാ ബാച്ചിൻ്റെയും ഓരോരുത്തരെയും ഈ ഫസ്റ്റ് ഇയർ മുതൽ ലാസ്റ്റ് ഇയർ വരെയുള്ള എല്ലാവരുടെയും റെപ്രസെൻറ്റേഷനും ഈ യൂണിയനിലുണ്ട്. അതുപോലെ തന്നെ വാക്കുകളിലോ അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങളോ നൽകിയിട്ട് ഒന്നും പറയുന്നില്ല. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. നമ്മുടെ പ്രവർത്തനങ്ങളായിരിക്കും നമ്മുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Ashik. I request Dr. Gilbaz, Professor and Head of Neurosurgery Department and Medical Superintendent Designate, to felicitate this event. Our honorable chief guest, Father Director, our Associate Director, Dr. Andrews, Dr. Padma Kumar, members of the Student Council, and all my dear friends. At the outset, why do we have an inauguration? The idea of having an inauguration is to lay a foundation stone. Customarily, at all great buildings, this foundation stone is laid at the northeast part of the building. And from that stone, we raise a superstructure, perfect in its parts and honorable to the builder. These are all important words. We raise a superstructure. This is what we need to do when we are a student. I was present here when this college's foundation stone was laid about 20 years ago, when we laid this foundation. And since then, we have been raising a superstructure of students who are today graduates, postgraduates, super postgraduates, and super specialists. That is the kind of enigma that holds a superstructure together. This is what we all need to aim for. My friends, I am one of those who is now 50 years from entering a medical college. I entered in 1971. Many of your parents wouldn't have been born then. I've enjoyed medical life, believe me. I've enjoyed it like nobody else. The only other person who would know how much I enjoyed, I think, is my wife. She's the only person who would know how much fun I've had in the medical college. It's important that you enjoy your medical career. But remember, all this will be nothing
if you do not be good at your academics. Academics is so important. I would never have been what I am today if I had just been a fun-loving guy. You have to work, and this comes at a price. Believe me, it comes at a price. And when I say that medical students should enjoy their time, I must also say that enjoyment is not there for the office bearers. Do you see anything in this oath about enjoying? It says, faithfully serve. It says, discharge the duties, the responsibilities of the college council, and to strive to live up to your expectations of the standards set by our forerunners. This is what you need to emulate. Strive to emulate the standards set by those who have gone before. And from the look of you, I can see that all of you are set on that same path. All the very best to you. All the very best to the new council. Have a great year. Have a lot of fun and enjoy yourself. Thank you so much. Thank you, sir. I now invite Dr. K. Padmakumar, Head of Forensic Medicine Department and Vice Principal Delegate, to speak a few words. ആദ്യമായിട്ട് ഈ സ്റ്റുഡൻസ് കൗൺസിലിന് അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും നേരുന്നു. സ്റ്റേജിലുള്ള നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ രാഹുൽ, ഡയറക്ടർ അച്ഛൻ, അസോസിയേറ്റ് ഡയറക്ടർ അച്ഛൻ, മെഡിക്കൽ സൂപ്രണ്ട് ആൻഡ്രൂ സർ, രഞ്ജിത്ത് സ്റ്റാഫ് അഡ്വൈസർ രഞ്ജിത്ത് സർ, CEO ബെന്നി സർ. കോവിഡിൻ്റെ ശൂന്യതയിൽ നിന്നും നമ്മൾ പുറത്ത് കിടക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇന്നത്തെ ഈ ഗെറ്റ് ടുഗദർ. നമ്മൾ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ മാർച്ചിൽ വന്നപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെയെങ്കിലും ആ അവധി ആഘോഷിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. അന്ന് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എത്രയും പെട്ടെന്ന് മാറ്റിവെക്കുവാനും ക്ലാസ്സുകൾ ക്യാൻസൽ ചെയ്ത് വീട്ടിൽ പോകുവാനും എല്ലാം നിങ്ങൾ തിടുക്കം കാട്ടി ഇവിടുന്ന് അന്ന് രാത്രി തന്നെ പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഹോസ്റ്റൽ കാലിയാക്കിയ നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഒരു അബദ്ധമായി എന്ന് മനസ്സിലാക്കിയവരും കൂടെയാണ് നിങ്ങൾ. ശരിയല്ലേ? പലരും അന്ന് രാത്രിയിൽ തന്നെ എക്സാം മാറ്റിവെച്ചോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നതിന് മുമ്പ്, അന്ന് പ്രാക്ടിക്കൽ എക്സാം ഉള്ള ഒരു സമയമായിരുന്നു, കൺഫേം ചെയ്യുന്നതിന് മുമ്പേ ജോയലിച്ചിരിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ക്യാമ്പസ് വിട്ടവർ ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മളൊരു സർവേ നടത്തിയിരുന്നു, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഫലപ്രദമാണോ? അന്നും നിങ്ങൾ പറഞ്ഞു ഇതാണ് ഏറ്റവും ഫലപ്രദം എന്ന് പറഞ്ഞ നിങ്ങൾ ഇന്നത് മാനസികമായി അത് മാറി പറയേണ്ടി വന്നിരിക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നിരുന്നു. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. മഹാദേവൻ്റെ ക്ലാസ്സിലുള്ള 10 പേര് മാർക്ക് കാണാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. 9 പേരെ 12 മണിക്ക് വന്നുള്ളൂ. ഒരാൾ മിസ്സിങ് ആണ്. അപ്പോൾ ഈ 10 പേര് വന്നവരിൽ 9 പേര് പറഞ്ഞു 12:15 ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഞങ്ങൾ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 9 പേരെയും ഞാൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ 10ാമത്തെ ആൾ 12:15 കഴിഞ്ഞപ്പം വരുന്നു, ഓൺലൈൻ ക്ലാസ്. അപ്പം ഞാൻ ചോദിച്ചു ഓൺലൈൻ ക്ലാസ് ഉണ്ടോ എന്ന്. ഓൺലൈൻ ക്ലാസ് ഉണ്ട് സാർ. അപ്പം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്? അപ്പോൾ സൈലൻറ്റിൽ ഗേളാണ്, പോക്കറ്റിൽ മൊബൈലുണ്ട്, മൊബൈൽ ഓൺ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്നെ കാണാൻ വന്നു. അപ്പം ഞാൻ സഭ്യത വിട്ട് ചോദിച്ചില്ല, ക്ലാസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വൈബ്രേഷൻ വല്ലതും വരുമോ, അങ്ങനെ വല്ലതും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണോ വന്നിരിക്കുന്നത് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചില്ല. അപ്പം ഓൺലൈൻ ക്ലാസ്സും അങ്ങനെ നിങ്ങളത് ഉപയോഗപ്പെടുത്തിയില്ല എന്ന് എല്ലാം ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഞാൻ പൂർണ്ണമായും പറയുന്നില്ല, എന്നാലും അതിലൊക്കെ ഉഴപ്പുകൾ കാണിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കി ഫിസിക്കൽ ഗെറ്റ് ടുഗദറിൻ്റെ അതിൻ്റെ ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ്. ടെക് യുഗം ഉണ്ടെങ്കിൽ തന്നെയും
ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ, ഫിസിക്കൽ ഗെറ്റ് ടുഗദറിൻ്റെ, ഫിസിക്കൽ ക്ലാസിൻ്റെ, ഫിസിക്കൽ കോൺഫറൻസിൻ്റെ ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ്. ഫിസിക്കൽ അത് ഏറ്റവും ഇപ്പം നമ്മളൊരു പ്രണേതാക്കളോട് ചോദിക്കാം, ഇത് വെർച്വൽ പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിള്. വെർച്വൽ പ്രണയം കൊണ്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒരു ഫിസിക്കൽ ഗെറ്റ് ടുഗദറാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ശൂന്യതയിൽ നിന്നും വിട്ട് ഒരു ഫിസിക്കൽ അപ്പിയറൻസിലോട്ട് വന്നതിൻ്റെ സന്തോഷത്തോടെ വരുമ്പോഴേ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തുള്ളൂ. ആദ്യം നമ്മൾ ഈ വെർച്വൽ മോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ചും എനിക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാർ ബെന്നി സാറിൻ്റെ മാനേജ്മെൻറ്റ് തിയറീസിലുണ്ട് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറി. ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറിയിൽ ഒരു 2.5% ആൾക്കാരാണ് എടുത്തു ചാടുക. അപ്പോൾ നിങ്ങളെല്ലാം എടുത്തു ചാടി, പക്ഷേ നിങ്ങൾ ശരിക്കും ഇന്നോവേറ്റേഴ്സ് ആയിരുന്നില്ല. പക്ഷേ ആ ഫിസിക്കൽ വേണം എന്നുള്ള മെൻറ്റാലിറ്റിയിലോട്ട് നമ്മളെല്ലാവരും വന്നു. അന്ന് 1 വർഷം മുമ്പ് നടന്ന ഒരു മീറ്റിങ്ങിൽ പള്ളിക്കുന്നത്തച്ഛൻ പറഞ്ഞു, നമ്മൾ ഈ വൈറസിനെ ചിക്കൻ ബോക്സിനെ പോലെ കണ്ട്, ചിക്കൻ ബോക്സ് വരാൻ പോകുന്ന പോലെ നമ്മൾ എന്ത് മുൻകരുതലെടുത്തോ അതുപോലെയുള്ള മുൻകരുതലെടുത്ത് നമ്മൾക്ക് ഫിസിക്കലിലോട്ട് മാറണമെന്ന് അച്ഛൻ 1 വർഷം മുമ്പ് മീറ്റിങ്ങിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഫിസിക്കലിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് നിയമലംഘനങ്ങൾ നടത്താൻ നിയമലംഘനങ്ങൾ പാടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഡയറക്ടറിൻ്റെ സെക്രട്ടറി പറഞ്ഞു, 2 വർഷമായി നമ്മൾ ഈ വൈറസിനെ കാണാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഈ വൈറസിനോടൊത്ത് ജീവിച്ചേ പറ്റൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞ കൺസെപ്റ്റിൻ്റെ ഒരു പോളിഷ്ഡ് വെർഷൻ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ വൈറസിനോടൊത്തേ ജീവിച്ചേ പറ്റൂ. പിന്നെ വേറൊരു ഉപദേശം കൂടെയുണ്ട്. നമുക്ക് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ജനുവരി 1-ാം തീയതി എക്സാം ആണെങ്കിൽ നമ്മൾ ഡിസംബർ 25 ക്രിസ്മസ് കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങും. ജനുവരി 1-ാം തീയതി ആർട്സ് ഫെസ്റ്റിവലാണ്, ഡിസംബർ 1 മുതലേ നമ്മൾ റിഹേഴ്സൽ എടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അഡ്വൈസും കൂടി നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. പുതിയ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. Thank you, sir. I now call upon the CEO of Jubilee Mission Medical College, Dr. Benny Joseph, to felicitate this event. Chief guest of the day, Dr. Rahul, ഫ്രാൻസിസ് പള്ളികുന്നത്തച്ഛൻ തുടങ്ങിയുള്ള ജൂബിലി കുടുംബാംഗങ്ങളെ, യൂണിയൻ്റെ പഴയ നേതാക്കൾ തുടങ്ങി പുതിയ നേതാക്കളായി ഓർത്തെടുത്ത ജൂബിലി മറ്റ് കുടുംബാംഗങ്ങളെ, Dr. Gilwa spoke to you about why do we have an inauguration for a function. I was reminded of another question of why. Why do we have a union? When I was sitting and reflecting, I was taken back around 1.5 decades back when I was a union advisor when I was teaching in a college. And I used to tell the union at that time one short message, and I would like to reiterate the same message this evening. This message is from Stephen R. Covey. I don't know how many of you have heard about this name called Stephen R. Covey. Stephen R. Covey was one of the famous professors and a business management writer, a Harvard Business School product, who was a consultant to 1/3 of the Fortune 500 companies in the world. And he speaks about a beautiful concept called comprehensive human development, which was later quoted by many of the researchers when they spoke about human development. And he says there are 4 important dimensions for comprehensive human development. And I believe that this union, why this union is for this comprehensive human development of the students. Our education system prescribed by the university, formulated by the college, otherwise may not focus on this comprehensive human development. Education system sometimes focuses on one of the faculty members of human being. Stephen Covey speaks about comprehensive human development in 4 distinct dimensions. The first dimension of comprehensive development
is the physical development of an individual or a student. The second dimension, which is many times taken care by the education system, is the mental development. The third dimension is the spiritual dimension, and the fourth dimension is the social or emotional dimension. The very purpose of union should be to focus about these four dimensions of human development. Your union activities, dear chairman and the office bearers, should focus on your physical development, your spiritual development, your mental development, and most importantly, your emotional and social development. When you unveiled the name Sahasra, I was looking at the Google for the meaning Sahasra, and I saw around 14 different dimensions in the meaning of Sahasra. 14. The first and the common dimension is Sahasra, 1000, Airam. But one of the important dimensions of Sahasra which I saw was new beginning, new life. I believe that the people who wrote this word of Sahasra had the new life and the new beginning in your mind. I wish all the very best, the chairman and the office bearers, that through this union, hundreds of students who are studying here will have a comprehensive human development, and you will have a new beginning for greater life. God bless you and thank you. Thank you, sir. I now invite Dr. Ranjit S., our staff advisor, to share your thoughts on this occasion. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥി ഡോക്ടർ രാഹുൽ, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഞാനിവിടെ സ്റ്റാഫ് അഡ്വൈസർ എന്ന അതൊരു വിത്തിൻ ദ ഇൻവെർട്ടർ കോമയിലായിടണം എന്നെനിക്ക് തോന്നി. ബിക്കോസ് ഇപ്രാവശ്യത്തെ യൂണിയന് ഒരു സ്റ്റാഫ് അഡ്വൈസർ അല്ല, 18ഓളം സ്റ്റാഫ് അഡ്വൈസർമാർ വിവിധ മേഖലയിൽ നിന്ന് ഉള്ള ഒരു സമ്പുഷ്ടമായ ഒരു അഡ്വൈസർ കമ്മിറ്റിയാണ് നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അതിനെയൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഞാനുണ്ട്, ബിജു മാഡം ഇവിടെയുണ്ട്, പിന്നെ പത്മകുമാർ സാറില്ല അല്ലേ, പേര് തന്നെ എനിക്ക് തന്നെ അറിയില്ല, സോറി, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. എന്തായാലും എനിക്ക് പിന്നെ ഈ യൂണിയനുമായിട്ട് ഉള്ള ബന്ധം ഇതിൻ്റെ എലക്ഷൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. ഞാനായിരുന്നു എലക്ഷൻ്റെ എന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഞാൻ, ബിജു മാഡം ഉണ്ടായിരുന്നു, പത്മകുമാർ സാറ്, പിന്നെ 2-3 സ്റ്റാഫിനെയും കൂടെ. അപ്പോൾ അങ്ങനെ എനിക്കൊരു എലക്ഷൻ നടത്താൻ ഭാഗ്യം കിട്ടി. ആദ്യമായി ജൂബിലിയിൽ നടന്ന ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാകാനും അത് നടത്താനും കഴിഞ്ഞു എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. യൂണിയനെ സംബന്ധിച്ച് പറഞ്ഞാൽ യൂണിയൻ്റെ ഏറ്റവും ലളിതവും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ കഴിയുന്നത്. ഇനാഗുറേഷൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് രാഹുൽ സാറിനെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റി. കാര്യം പറഞ്ഞാൽ കോവിഡ് കാരണം ഇതെങ്ങനെ നടത്താൻ പറ്റും, 100 പേരാണോ 50 ആണോ 100 ആണോ എന്നുള്ള കൺഫ്യൂഷൻസ് കാരണം ഇത് കുറച്ച് ഡേറ്റ്സും എല്ലാം നീണ്ടു പോയതാണ്. എനിവേ അത് രാഹുൽ സാറ് വന്നതുകൊണ്ടും ഒക്കെ അത് നടന്നു. പിന്നെ ഇവിടെ കണ്ടതിൽ എനിക്ക് തോന്നുന്നു 2018 വാങ്ങിച്ച മേക്കപ്പ് ബോക്സ് ഒന്ന് പൊട്ടിച്ചു എന്ന് തോന്നുന്നു. അതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ എന്നുള്ളത് നോക്കുക. ഇനി ഇത് അതിനൊക്കെ ഒരവസരം ഉണ്ടാകുകയും ഇനിയുള്ള പരിപാടികളെല്ലാം നടത്തി ഇതൊരു വലിയ വിജയമായി യൂണിയൻ മാറട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I request Father Francis Pallikunath, Director of Jubilee Mission Medical College, to present the memento of our chief guest as a token of appreciation for sparing his valuable time and blessing this occasion with his presence.
Thank you. Please be seated. Now we have our General Secretary, Ashwin VP, to deliver the vote of thanks. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ബാച്ച് യൂണിയന് വിപരീതമായി ഇക്കുറി ഒരു സ്റ്റുഡൻസ് കൗൺസിൽ ഉണ്ടാവുകയാണ് ഇവിടെ. അതിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങ് തന്നെ ഇത്രയും ഗംഭീരമാക്കി നടത്തി തീർക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ പേരിലും സഹസ്ര സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഞാൻ എന്നിലേൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് നീങ്ങുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷനായിരുന്ന നമ്മുടെ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, അദ്ദേഹത്തിൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിന് എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ. അച്ഛനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കൗൺസിലിൻ്റെ ആയാലും കോളേജിൻ്റെ ആയാലും എന്താവശ്യത്തിനും നമുക്ക് എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ഒരു സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ ഇനോഗ്രേഷൻ എത്തിച്ചേർന്ന അദ്ദേഹത്തിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥിയും നാഷണൽ ഹെൽത്ത് മിഷൻ്റെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ കൂടിയായ ഡോക്ടർ രാഹുൽ യുവാർ. അദ്ദേഹത്തിൻ്റെ തിരക്ക് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിന് എത്തിച്ചേർന്നു. അദ്ദേഹത്തിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രവീൺ ലാൽ കുറ്റിച്ചിറ. അദ്ദേഹത്തിന് ഈ വേദിയിൽ നിന്ന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ഈ കൗൺസിലിൻ്റെ രൂപീകരിക്കുന്നത് മുതൽ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് ആൻഡ് വൈസ് പ്രിൻസിപ്പൽ ഡെസിഗ്നേറ്റ് ആയ ഡോക്ടർ CV ആൻഡ്രൂസ്, വൈസ് പ്രിൻസിപ്പൽ ഡെസിഗ്നേറ്റ് ആൻഡ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ പത്മകുമാർ. ഇവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ന്യൂറോ മെഡിസിൻ ആൻഡ് നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് ഡെസിഗ്നേറ്റ് കൂടെയായ ഡോക്ടർ ഗിൽവാസ്. അദ്ദേഹത്തിനും ഈ വേദിയിൽ എത്തിച്ചേർന്നതിന് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ CEO ഡോക്ടർ ബെന്നി ജോസഫ്, അദ്ദേഹത്തിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ സ്റ്റാഫ് അഡ്വൈസറി കമ്മിറ്റിയിലെ അംഗങ്ങളായ ഡോക്ടർ രഞ്ജിത്ത്, ഡോക്ടർ ബിജു ബാഹുലയൻ, നമ്മുടെ ഈ കൗൺസിലിൻ്റെ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ കൗൺസിലിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ മുതൽ തന്നെ ഇതുവരെയുള്ള എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുകയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തുകയും അവരുടേതായ നിർദ്ദേശങ്ങളും എല്ലാം പങ്കുവയ്ക്കുകയും ചെയ്ത അവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിൻസ് M. ജോൺ, അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ മുൻ ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ സുധീഷ് C. ചേട്ടനും ഞാൻ ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി അറിയിക്കുന്നു. ഏതൊരു പ്രോഗ്രാമിൻ്റെയും വിജയമെന്ന് പറയുന്നത് അതിൻ്റെ കാണികൾ തന്നെയാണ്. ഇന്നിവിടെ ഈ ഉദ്ഘാടന ചടങ്ങിന് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ എൻ്റെ പേരിലും സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Ashwin. And yes, we come to an end of today's program. Let's all stand up for the national anthem.